ഇത് പശ്ചിമേഷ്യ ആളി കത്തുകയാണ്. ഇപ്പോൾ ട്രംപ് പറഞ്ഞിരിക്കുന്ന എല്ലാ കരാറുകളും നിർത്തി. അപ്പോൾ ഈ ഒരു യുദ്ധം വലിയൊരു പ്രശ്നത്തിലേക്ക് കടക്കുകയാണ്, കൈവിട്ടു പോവുകയാണ്. നമ്മൾ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, ട്രംപിന്റെ നിലപാടനുസരിച്ച് സമാധാന കരാറ് കൊണ്ടുവന്നാലും വീണ്ടും യുദ്ധം നടക്കുമെന്നുള്ളത്. ഇപ്പോൾ അത് സംഭവിച്ചിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇത് ഇത്തവണ മുമ്പത്തെ പോലെയുള്ളതല്ല. ഇതുവരെ ട്രംപ് വെല്ലുവിളിയായിരുന്നു, ഭീഷണിയായിരുന്നു. ട്രംപിന് പലപ്പോഴും ഇറാനെ ഒന്നും ചെയ്യാൻ കഴിയില്ലായിരുന്നു. പക്ഷേ ട്രംപ് ഞങ്ങളാണ് വലുത്, അല്ലെങ്കിൽ എൻ്റെ ഭാഗമാണ് ശരി, ഞാൻ വിജയിച്ചു എന്നൊക്കെ വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് നിരന്തരമായിട്ട് വെല്ലുവിളിക്കുകയും ഭീഷണിപ്പെടുത്തുകയൊക്കെയായിരുന്നു. പക്ഷെ ഇപ്പോൾ കാര്യങ്ങൾ കൃത്യമായി ട്രംപിൻ്റെ കയ്യിലേക്ക് നീങ്ങി തുടങ്ങിയിരിക്കുന്നു. ആ ഒരു യാഥാർത്ഥ്യം എല്ലാവരും മനസ്സിലാക്കണം. കാരണം ട്രംപിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ പ്രശ്നം എന്നുള്ളത് ഹോർമൂസ് കടലെടുക്കായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഹോർമൂസ് കടലെടുക്കിലെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെങ്കിൽ അത് ഇറാൻ ഓപ്പൺ ചെയ്യുക തന്നെ വേണം. ഇറാൻ ഹോർമൂസ് തുറന്നു കൊടുക്കാതെ അമേരിക്ക എന്ത് തലകുത്തി മറിഞ്ഞിട്ടും അതിലെ കപ്പലുകൾക്ക് പോകാൻ കഴിയില്ലെന്ന് ട്രംപിന് വ്യക്തമായി. അപ്പൊ ട്രംപ് എന്ത് ചെയ്തു? ഇറാന് മുന്നിൽ ഇറാന്റെ എല്ലാ ആവശ്യങ്ങളും അംഗീകരിക്കുന്ന വിധത്തിൽ ഒരു കരാർ വെച്ചു. ആ കരാർ വെച്ചു, ഇറാൻ പറഞ്ഞ മുഴുവൻ നിർദ്ദേശങ്ങളും അംഗീകരിച്ചു. അപ്പോൾ എല്ലാവരും, നമ്മളൊക്കെ ചോദിച്ചു, ട്രംപ് എന്താണ് ഇങ്ങനെ പെരുമാറുന്നത്? അതായത് ട്രംപിന്റെ ഏറ്റവും വലിയ അടുപ്പക്കാരനായ ചങ്ങാതിയായ നെതന്യാഹുവിനെ പോലും ചീത്ത വിളിച്ചുകൊണ്ട് ട്രംപ് ഇറാനൊപ്പം നിൽക്കുന്ന കാഴ്ച ലോകം അത്ഭുതത്തോടു കൂടിയാണ് നോക്കിയത്. ഒരു പക്ഷേ ലോകത്തെ ഈ അമേരിക്കയുടെ ഇതുവരെയുള്ള ചരിത്രത്തിൽ ഒരു പ്രസിഡന്റും ഇത്തരത്തിൽ ആർക്കെതിരെയാണോ യുദ്ധം ചെയ്യുന്നത്, ഒടുവിൽ അവർ പറയുന്നത് മുഴുവൻ അംഗീകരിച്ച് ഒരു കരാറിൽ ഒപ്പിട്ടിട്ടില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ അന്ന് പറഞ്ഞു, ഒന്നുകിൽ ഇതൊരു ചതിയായിരിക്കും, അല്ലെങ്കിൽ ട്രംപ് മുട്ടുകുത്തിയത് തന്നെയാണ്, വേറെ വഴിയില്ലാഞ്ഞിട്ടാണ്. പക്ഷെ ഇതിന് രണ്ടിനും ഇടയിൽ വെച്ച് ഒരു ഗെയിം പ്ലാൻ ട്രംപ് അവിടെ ആക്ടിവേറ്റ് ചെയ്തു. അതായത് ഹോർമൂസ് തുറക്കുന്നു, കപ്പലുകൾ ഭൂരിഭാഗവും കടന്നു പോകുന്നു, സ്വാഭാവികമായി സമ്മർദ്ദം കുറയുന്നു. ഒപ്പം ഇസ്രായേലിന് ചേർത്ത് നിർത്തുന്ന വിധത്തിൽ ഇറാന് നേരെ ഇപ്പോഴൊരു ആക്രമണവും നടത്തിയിരിക്കുന്നു. അപ്പൊ ഫലത്തിൽ ഇറാൻ ഇനി ഹോർമൂസ് അടച്ചാലും കുറച്ചു കാലത്തേക്ക് ട്രംപിനൊരു ആശ്വാസം കിട്ടും. ആ സമയം കൊണ്ട് ഇറാനെ പരിപൂർണമായി തകർക്കുക എന്ന നിലയിലേക്ക് ട്രംപ് എത്തിയിട്ടുണ്ട്. കാരണം ട്രംപ് ഇപ്പോൾ പറഞ്ഞ പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ, അതിലൊന്ന്, ഞങ്ങൾക്ക് ഇനി ഇറാനിൽ വിശ്വാസമില്ല. ആദ്യമായിട്ടാണ് ട്രംപ് ഇത്രയും രൂക്ഷമായിട്ട് പറയുന്നത്. അതായത് ടെഹ്റാനുമായുള്ള ചർച്ചകൾ മുഴുവൻ ഞങ്ങൾക്ക് സമയം മെനക്കെടുത്തലാണ് എന്ന് പറയുന്നു. 2, 80ഓളം കേന്ദ്രങ്ങൾ, ഇറാന്റെ 80ഓളം കേന്ദ്രങ്ങൾ. എനിക്ക് തോന്നുന്നു ഈ അടുത്ത, അല്ലെങ്കിൽ ഈ യുദ്ധം തുടങ്ങിയതിന് ശേഷം ഒരു പക്ഷേ ഇത്രയധികം കേന്ദ്രങ്ങളിലേക്ക് ചുരുങ്ങിയ സമയം കൊണ്ട് ഇത്രയും കൂടുതൽ ആക്രമണങ്ങൾ നടത്തിയെന്ന് ട്രംപ് അവകാശപ്പെടുന്നത് ആദ്യമായിട്ടായിരിക്കും. 80ഓളം ഇറാന്റെ കേന്ദ്രങ്ങൾ ആക്രമിച്ചിരിക്കുന്നു. 3 ദ്വീപുകൾ ഉൾപ്പെടെ ഇറാന്റെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ ആക്രമിച്ചിരിക്കുന്നു. മൂന്നാമതായി ട്രംപ് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇനി ഈ കരാർ നിലനിൽക്കില്ല. ട്രംപ് എപ്പോഴും ചെയ്തുകൊണ്ടിരുന്നത്, ഒരു വശത്ത് കരാർ നിലനിൽക്കുന്നു, അല്ലെങ്കിൽ കരാർ ഒപ്പിടുന്നു, സമാധാനം വരുന്നു എന്ന് പറയുന്നു, മറുവശത്ത് പോയിട്ട് യുദ്ധം ചെയ്യുന്നു. പക്ഷെ ഇപ്പൊ ട്രംപ് കരാർ വലിച്ചു കീറി എറിഞ്ഞു. അക്ഷരാർത്ഥത്തിൽ കരാർ വലിച്ചു കീറി എറിയുകയും ചെയ്തു. യുദ്ധവും ആരംഭിച്ചിരിക്കുന്നു. അപ്പൊ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത്, തീർച്ചയായിട്ടും ട്രംപ് മറ്റെന്തോ വലിയൊരു ഗെയിം പ്ലാൻ ലക്ഷ്യമിടുന്നുണ്ട്. ഇപ്പൊ ഇറാൻ ഇതേ സമയം പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട വാചകം, അതായത് പതിവിന് വിപരീതമായി ഇതുവരെ ഇല്ലാത്ത വിധത്തിൽ അമേരിക്ക ഞങ്ങളുടെ ജനവാസ കേന്ദ്രങ്ങൾ മുഴുവനായി അവർ ലക്ഷ്യമിടുകയാണ്, ആക്രമണങ്ങൾ നടന്നത് മുഴുവൻ ജനവാസ മേഖലകളിലാണ് എന്ന് ഇറാനും സ്ഥിരീകരിക്കുമ്പോൾ, അതിൻ്റെ അർത്ഥം ഇറാനിൽ കാര്യമായ ആക്രമണ പദ്ധതിയിലേക്ക് ട്രംപ് ഒരു പ്ലാൻ ഇട്ടിട്ടുണ്ട്. അതായത് നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ ഇതൊരു ചതിയായിരുന്നു. കരാറ് കാണിച്ച് ഇറാനെ വരുതിക്ക് കൊണ്ടുവന്ന്, അല്ലെങ്കിൽ ഇറാനെ ഹോർമൂസ് തുറപ്പിച്ച് ആ പ്രശ്നം താൽക്കാലികമായി ഒന്ന് പരിഹരിച്ച് അതിനുശേഷം വീണ്ടും ഇസ്രായേൽ അജണ്ടയ്ക്ക് അനുസരിച്ച് ഇറാന് നേരെ യുദ്ധം നടത്തുകയാണ് ട്രംപ് ചെയ്യുന്നത്. ഇതിന് കാരണമായി പറയുന്നത് എന്താണ്? ഹോർമൂസ് കടലിടുക്കിൽ 2 കപ്പലുകൾക്ക് നേരെ, സൗദിയുടെയും ഖത്തറിന്റെയും 2 കപ്പലുകൾക്ക് നേരെ ഇറാൻ ആക്രമണം നടത്തി. അതാണ് ഞങ്ങൾ ഇപ്പോൾ ഈ ആക്രമണം നടത്തിയതിന് കാരണമെന്നാണ് ട്രംപ് പറയുന്നത്. പക്ഷേ ഇതുവരെ ഇറാൻ ആ ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടില്ല. സാധാരണഗതിയിൽ ഒരു ആക്രമണം നടത്തിയാൽ ഇറാൻ പറയാ, ഞങ്ങളാണ് ചെയ്തത്, ഞങ്ങളാണ് കപ്പൽ തകർത്തത്, ഞങ്ങൾ പറയുന്നത് അനുസരിച്ചില്ലെങ്കിൽ ഇനിയും ഈ ഗതി ഉണ്ടാകുമെന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്ന ആളുകളാണ് ഇറാൻ. പക്ഷെ ഈ 2 കപ്പലാക്രമണങ്ങളുടെ ഉത്തരവാദിത്വം ഇതുവരെ ഇറാൻ ഏറ്റെടുത്തിട്ടില്ല. അപ്പൊ അതിന്റെ അർത്ഥം, ഒരു പക്ഷേ ഇറാൻ ചെയ്തു എന്ന് വരുത്തി തീർത്ത് ഇറാനെ പ്രതിഭാഗത്ത് നിർത്തി ഈ യുദ്ധം വീണ്ടും ആക്ടിവേറ്റ് ചെയ്യാൻ ഒരു വലിയ ഗെയിം പ്ലാൻ നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ്. ഇത് പറഞ്ഞതുപോലെ തന്നെ അങ്ങനെയാണെങ്കിൽ ഈ സമാധാന ചർച്ചകൾ പലതവണയായിട്ട് ട്രംപ് പറയുന്നതിനിടയിൽ ഈ ഒരു ഗെയിം പ്ലാൻ ഉണ്ടായിരുന്നു.
അല്ല, ട്രംപിന്റെ ഗെയിം പ്ലാൻ എന്ന് പറയുന്നത് ഇതായിരുന്നു. അതായത് ട്രംപിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഹോർമുസ് കടലിടുക്കായിരുന്നു. ഹോർമുസ് കടലിടുക്കിലെ പ്രതിസന്ധികൾ ഘട്ടമായിട്ട് അയഞ്ഞു വരികയാണ്. കപ്പലുകൾ പൂർവാധികം ശക്തിയോടെ അതിലെ പാസ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ ഈ പലതവണ ചർച്ച ചെയ്തപ്പോൾ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഹോർമുസിന്റെ നിയന്ത്രണം ഏറ്റെടുക്കാൻ വേണ്ടിയിട്ടാണ് ട്രംപ് ഈ പരിപാടി ചെയ്തത് എന്നുള്ളത്. ഇപ്പൊ ജനവാസ മേഖലകളിൽ കൂടി ഈ ആക്രമണം തൊടുത്തുവിട്ട സ്ഥിതിക്ക് അവരുടെ പരമാധികാരം വീണ്ടും കൈക്കലാക്കാനുള്ള ഒരു കാര്യം കൂടിയല്ലേ? പരമാധികാരം കൈക്കലാക്കുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇറാനിലെ ജനങ്ങളെ ഒപ്പം നിർത്താൻ കഴിയില്ല എന്ന് അമേരിക്കയ്ക്ക് മനസ്സിലായി. അപ്പം അമേരിക്ക യുദ്ധം തുടങ്ങിയ സമയത്ത് പറഞ്ഞത് ഇറാനിലെ ജനങ്ങൾ ആ ഭരണകൂടത്തിനെതിരെ, അതായത് ഇറാനിലെ ഭരണകൂടത്തിനെതിരാണ് ഇറാനിലെ ജനങ്ങൾ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ യുദ്ധം നടത്തുമ്പോൾ തന്നെ ഇറാനിലെ ജനങ്ങൾ സ്വതന്ത്രരായി, ആ ജനത ആ ഭരണകൂടത്തിനെതിരെ യുദ്ധം ചെയ്യും എന്നൊക്കെയായിരുന്നു ട്രംപ് ആദ്യം കരുതിയിരുന്നത്. പക്ഷേ ഈ യുദ്ധത്തോടു കൂടി ഇറാനിലെ ജനങ്ങൾ പരിപൂർണമായിട്ട് ഇറാൻ ഭരണകൂടത്തോടൊപ്പമാണെന്ന് മനസ്സിലായി. അപ്പോൾ ആയത്തുള്ള അലി ഖാംനയുടെ സംസ്കാര ചടങ്ങിന് ലക്ഷക്കണക്കിന് ഇറാനിയൻ ജനതയാണ് വരുന്നത്. അവിടെ ഒരു ആസൂത്രണവും നടന്നു. അതായത് ഇസ്രയേലും അമേരിക്കയും ആ ശവസംസ്കാര ചടങ്ങുകളിലേക്ക് ഒരു ആക്രമണം തൊടുത്തു വിടാനുള്ള പ്ലാനൊക്കെ നടന്നതായിട്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ അവർ പ്രതീക്ഷിച്ചതിനപ്പുറത്തേക്ക് ജനങ്ങൾ അവിടെ തടിച്ചുകൂടി പല രാജ്യങ്ങളിൽ നിന്ന്. അങ്ങനെ ഒരു പ്രശ്നം അവിടെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നീട് ഉണ്ടാകുന്ന ഭവിഷ്യത്ത് വലുതായിരിക്കുമെന്ന് ഇവർക്കറിയാമായിരുന്നു. അതുകൊണ്ട് ഇവര് ആ കൊണ്ടുവന്ന പ്ലാൻ പെട്ടെന്ന് മാറ്റുകയാണ് ചെയ്തത്. അല്ല, അതിന് കാരണം ഇന്ത്യയുടെ അടക്കം പ്രതിനിധി ഈ സംസ്കാര ചടങ്ങിന് ഉണ്ടായിരുന്നു. അപ്പൊ അമേരിക്ക പറയുന്നത് കേൾക്കാതെയാണ് നമ്മുടെ ഇന്ത്യൻ പ്രതിനിധി അവിടെ പോയത് എന്ന് മാത്രമല്ല പല രാജ്യങ്ങളുടെയും പ്രതിനിധികളുണ്ട്. ആ സമയത്ത് ഒരു ആക്രമണം നടന്നു കഴിഞ്ഞാൽ അത് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ അമേരിക്കയ്ക്ക് ഉണ്ടാകും. അത് നയതന്ത്രപരമായിട്ട് വലിയ തിരിച്ചടികൾ അമേരിക്കയ്ക്ക് നൽകും. അപ്പൊ അതുകൊണ്ട് ആ സമയത്ത് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അതിന് തൊട്ടു പിന്നാലെ ഇപ്പം അദ്ദേഹത്തിന്റെ ഖബറടക്കം അതുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ ഇറാഖിലാണ് നടക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇറാനിൽ പ്രത്യേകിച്ച് അതുമായി ബന്ധപ്പെട്ട ആരും തന്നെ ഇല്ല. ഈ ഘട്ടത്തിൽ ഒരു ആക്രമണം നടത്തുക എന്ന് പറയുന്നത് അമേരിക്കയെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നത് ഗസ മോഡലിലുള്ള ഒരു പ്ലാനിലേക്ക്, ഏറ്റവും അവസാനത്തെ പ്ലാൻ, അന്തിമ യുദ്ധം എന്നൊക്കെ പറയാവുന്ന രീതിയിൽ ജനവാസ മേഖലകൾ തകർക്കുക, അവിടെയുള്ള പ്രധാനപ്പെട്ട സകല ഇടങ്ങളും കയറി അടിക്കുക, ആ ഒരു അറ്റാക്കിലൂടെ ഇറാനെ നാമാവശേഷമാക്കുക എന്നതായിരിക്കാം അമേരിക്ക കാണുന്ന സ്വപ്നം. എന്തായാലും ഇറാൻ അതിന് ശക്തമായ മറുപടി കൊടുത്തിട്ടുണ്ട്. 85ഓളം അമേരിക്കൻ കേന്ദ്രങ്ങൾ തകർത്തിട്ടുണ്ട്. അത് മാത്രമല്ല ശക്തമായ ഭാഷയിൽ തന്നെ, രൂക്ഷമായ ഭാഷയിൽ തന്നെ ഇറാന്റെ പാർലമെന്റ് സ്പീക്കർ പറഞ്ഞിട്ടുണ്ട്, പിടിച്ചു പറയും ആക്രമണവും ഭീഷണിപ്പെടുത്തലും ഒന്നും ഇനി ഞങ്ങളുടെ അടുത്ത് വിലപ്പോവില്ല, ഞങ്ങളും യുദ്ധത്തിന് സജ്ജരായി തന്നെയാണ് നിൽക്കുന്നത്, അതിശക്തമായിട്ട് ഞങ്ങളും ആക്രമിക്കും, തിരിച്ചടിക്കും എന്ന് പറയുകയും 85ഓളം അമേരിക്കൻ കേന്ദ്രങ്ങൾ, 5ാം കപ്പൽപ്പടയുടെ ആസ്ഥാനമടക്കം അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്ന സൗദിയിലെയും ബഹ്റൈനിലെയും കേന്ദ്രങ്ങളടക്കം വ്യാപകമായി ഇറാൻ ആക്രമിച്ചിട്ടുണ്ട്. ഇത് ഈ ഒരു യുദ്ധം കൈവിട്ട് പോവുകയാണെങ്കിൽ എന്നൊരു വാക്കിന് പ്രസക്തമല്ല, കൈവിട്ട് പോയിരിക്കുന്നു. അപ്പൊ ഏറ്റവും കൂടുതൽ നമ്മളെ രണ്ട് കാര്യങ്ങളാണ് ബാധിക്കുന്നത്. ഒന്ന്, ഈ ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള കപ്പൽ ഗതാഗതം, ആ എണ്ണ അല്ലെങ്കിൽ നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ തടസ്സപ്പെടും. രണ്ടാമത്തേത് എന്ന് പറയുന്നത് ഈ ഗൾഫ് മേഖലയിൽ ഈ പറയുന്നത് പോലെ തന്നെ ആക്രമണം രൂക്ഷമാകുമ്പോൾ നമ്മുടെ പ്രവാസി മലയാളികളടക്കം ഒരുപാട് പേരാണ് അവിടെ ജോലിയും അല്ലെങ്കിൽ അവിടെ താമസിക്കുന്നതും പഠന കാര്യങ്ങളും ഒക്കെ ആയിട്ട് നിൽക്കുന്നത്. വീണ്ടും അതൊരു പ്രതിസന്ധി ആകത്തില്ലേ? തീർച്ചയായിട്ടും ഇത് വലിയ പ്രതിസന്ധിയിലേക്ക് പോകും ഈ കണക്കിൽ. കാരണം നമ്മൾ പറയുന്ന പോലെ നമ്മൾ ഈ പറയുന്ന പ്രവാസികളുടെ പ്രശ്നവും ഗൾഫ് മേഖലയുടെ നാശവും ഒക്കെ അമേരിക്കയ്ക്കും അറിയാവുന്ന കാര്യമാണല്ലോ. പ്രവാസികളുടെ പ്രശ്നം വിടുക എന്ന് വെച്ചാൽ അത് ഇന്ത്യൻ ജനങ്ങൾ അവിടെ ഉണ്ട്, അത് അമേരിക്കയ്ക്ക് നോക്കേണ്ട കാര്യമില്ല എന്ന് പറയാം. പക്ഷേ ഗൾഫ് മേഖല, അവരുടെ ചങ്ങാത്ത രാജ്യങ്ങളായിട്ടുള്ള GCC രാജ്യങ്ങളിൽ ഇറാൻ ആക്രമിക്കുമെന്നും അത് ആ രാജ്യങ്ങളിലെ ജനങ്ങൾക്ക് ഭീഷണിയാകുമെന്നും ഹോർമുസ് വീണ്ടും അടയ്ക്കുമെന്നും ആ രാജ്യത്തെ ജനങ്ങൾ, ഗൾഫ് മേഖലയിലെ ജനങ്ങൾ അല്ലെങ്കിൽ ഗൾഫ് മേഖലയിലെ കമ്പനികൾക്ക് ഗുരുതരമായ തിരിച്ചടി ഉണ്ടാകുമെന്നും ഇതൊക്കെ വലിയ പ്രതിസന്ധികൾ സൃഷ്ടിക്കും ഈ ലോകത്ത് എന്നും ഒന്നും അറിയാത്തവരല്ല അമേരിക്ക. പക്ഷെ അമേരിക്കയെ സംബന്ധിച്ച് ഇസ്രായേലിന്റെ സമ്മർദ്ദം അത്രമേൽ ശക്തമാണ്. അപ്പൊ ഈ യുദ്ധം ഈ ആക്രമണം നടത്താനായിട്ടുള്ള ഒരു കാരണം അമേരിക്ക പറയുന്നത് ഇറാൻ ആക്രമിച്ചു, ഇറാൻ കപ്പലുകൾ ആക്രമിച്ചു എന്നുള്ളതാണ്. പക്ഷേ ആദ്യം നടത്തിയ ആരോപണം ഇറാനെ സംബന്ധിച്ച് ഇറാൻ പറയുന്നു ഞങ്ങൾ ഇതൊന്നും ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഞങ്ങളാണ് ചെയ്തതെന്ന് ഞങ്ങൾ പറയുന്നില്ല, ഇറാൻ അത് ഏറ്റെടുത്തിട്ടില്ല. പക്ഷെ അപ്പോഴും അമേരിക്ക പറയുന്നത് ഇറാനാണ് ചെയ്തതെന്ന് പറഞ്ഞ് ആക്രമിക്കുന്നു. എന്ന് മാത്രമല്ല, ഇപ്പൊ ഇറാൻ 5 പ്രധാനപ്പെട്ട വെടിനിർത്തൽ കരാർ ലംഘനങ്ങൾ അമേരിക്ക നടത്തിയതായി ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അതായത് ഒന്ന്, ഈ ഹോർമുസിൽ ഈ കരാറിൽ പറയുന്ന പ്രദേശങ്ങളിലൂടെ ഒന്നുമല്ല ഇപ്പൊ കപ്പലുകൾ പോകുന്നത്. അതായത് ഹോർമുസിന്റെ നിയന്ത്രണം അമേരിക്കയ്ക്കാണ്, അല്ലെങ്കിൽ ഹോർമുസിൽ എന്തും ചെയ്യാമെന്ന നിലയിൽ ഒരു സ്ഥിതിവിശേഷം ഉണ്ടാക്കാൻ വേണ്ടി കപ്പലുകൾ പല വഴിക്ക് ഓടിക്കുകയാണ്. അത് ഇറാന്റെ ഗ്രിപ്പ് നഷ്ടപ്പെടുത്തുന്നു. 2,
വീണ്ടും വീണ്ടും പലതവണ വെല്ലുവിളികൾ അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഇറാന് നേരെ ഉണ്ടാകുന്നു. മൂന്നാമതായി സംഭവിക്കുന്ന ഇറാൻ ചൂണ്ടിക്കാണിക്കുന്ന കാരണം ഈ തെക്കൻ ലബനാനിൽ വീണ്ടും ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ കരാർ വ്യവസ്ഥയിൽ പറയുന്ന ഉപരോധങ്ങൾ നീക്കി എന്ന് ട്രംപ് പറയുന്നുണ്ടെങ്കിലും ഇപ്പോഴും ഉപരോധങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ വലിയ തോതിലുള്ള പ്രൊവോക്കേഷൻ ഇറാന് നേരെ പലപ്പോഴായിട്ട് വരുന്നുണ്ട്. അങ്ങനെ 5 കാരണങ്ങൾ ഇറാൻ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇപ്പോൾ ഈ അമേരിക്ക നിർണായകമായി കരാർ ലംഘിച്ചു. അപ്പൊ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് അമേരിക്ക തീരുമാനിച്ചുറപ്പിച്ചിട്ടുണ്ട്. അതായത് ട്രംപ് ഇത് അറിയാത്ത ആളൊന്നുമല്ല. ട്രംപിനെ സംബന്ധിച്ചുണ്ടായിരുന്ന ഒരേ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഹോർമുസ് ആണ്. ആ ഹോർമുസിലെ പ്രശ്നം താൽക്കാലികമായിട്ട് അവിടെ പരിഹരിക്കപ്പെട്ടിട്ടുണ്ട്. കാരണം കപ്പലുകൾ കുറേയൊക്കെ കെട്ടിക്കിടന്ന ഒരുപാട് കപ്പലുകൾ പുറത്തു പോയിട്ടുണ്ട്. എണ്ണവില കുറയുന്ന സാഹചര്യമുണ്ട്. അന്താരാഷ്ട്ര വിപണിയിൽ കുറയുന്നു, ഓഹരി വിപണി തിരിച്ചു വരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇനി ഈ കുറച്ചു കാലം ഇറാനെ ആക്രമിക്കാം, അതിനുശേഷം വീണ്ടും സമാധാനം പറയാം. അങ്ങനെ ഇറാനെ ഘട്ടം ഘട്ടമായിട്ട് തകർക്കുക. ഇപ്പൊ ജനവാസ മേഖലകളിലേക്കൊക്കെ ആക്രമണങ്ങൾ ശക്തമായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്നുറപ്പിക്കാം, ട്രംപ് അല്ലെങ്കിൽ അമേരിക്ക തീരുമാനിച്ചുറപ്പിച്ചു തന്നെയാണ് എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇനി ഇറാൻ തിരിച്ചടിക്കും സ്വാഭാവികമായിട്ടും. നമ്മൾ അന്ന് കണ്ടതിനേക്കാൾ ശക്തമായിട്ട്. കാരണം ഇറാന്റെ ആയുധശേഷിക്കൊന്നും ഒരു കുറവും സംഭവിച്ചിട്ടില്ല, ഇറാന്റെ സൈനിക ശേഷിക്കും കുറവൊന്നും സംഭവിച്ചിട്ടില്ല. ഇപ്പോൾ ഇറാൻ തിരിച്ചടിക്കാത്തത് ഇറാന്റെ നേതാക്കളെല്ലാം സംസ്കാര ചടങ്ങിലാണ്. അവർ ഇറാനിൽ ഇല്ലാത്ത സാഹചര്യമുണ്ട്. ഇപ്പോൾ മറ്റൊരു വാർത്ത വന്നത്, ഇറാഖിലായിരുന്ന മസൂദ് പെഷഷ്കിയാൻ അവരുടെ പ്രസിഡന്റ് അടിയന്തര സാഹചര്യത്തിൽ തിരികെ ടെഹ്റാനിലേക്ക് വന്നു എന്നൊരു വാർത്ത ഇപ്പോൾ വരുന്നുണ്ട്. അപ്പോൾ ഇറാന്റെ ശ്രദ്ധ മുഴുവൻ മറ്റൊരു ചടങ്ങിലാണ്, ഖാംനിയുടെ സംസ്കാര ചടങ്ങുമായി ബന്ധപ്പെട്ടാണ് എന്നുള്ളത് കൊണ്ട് മാത്രമാണ് അതിശക്തമായ രീതിയിലേക്ക് ഇത് മാറാത്തത്. പക്ഷേ ഇപ്പോഴും ശക്തമായ തിരിച്ചടി, ആക്രമണം പ്രത്യാക്രമണം നടന്നിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഘട്ടം കൂടി കഴിഞ്ഞാൽ ഇറാൻ വ്യാപകമായ ആക്രമണങ്ങളിലേക്ക് തന്നെ പോകുമെന്നും വീണ്ടും ഗുരുതരമായ ഒരു സ്ഥിതിവിശേഷം പശ്ചിമേഷ്യയിൽ ഉണ്ടാകുമെന്നും കരുതാം. പക്ഷേ ഇത്തവണ ഇറാന്റെ ജനവാസ മേഖലകളടക്കം അമേരിക്ക ലക്ഷ്യം വെച്ചതിൽ നിന്ന് അമേരിക്ക എന്തിനും തയ്യാറായിട്ടാണ് നിൽക്കുന്നത് എന്ന് കരുതേണ്ടി വരും. അങ്ങനെ വന്നാൽ അത് ഇറാന് മുൻപില്ലാത്ത വിധത്തിലുള്ള ഡാമേജുകൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഒരു പക്ഷേ ട്രംപിന്റെ ലക്ഷ്യവും അത് തന്നെയായിരിക്കും. മുന്നും പിന്നും നോക്കാതെ ഇറാനെ ആക്രമിക്കുക, ഇറാനെ തച്ചു തകർക്കുക, ഇറാനെ ചാമ്പലാക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് ട്രംപ് എത്തിയിട്ടുണ്ടാകണം. ഇസ്രായേലിന്റെ സമ്മർദ്ദം അത്രമേൽ ശക്തമായതുകൊണ്ട് അതിലേക്ക് എത്തിയിട്ടുണ്ടാകണം എന്ന് തന്നെ കരുതാം.